രഞ്ജിനി ശ്രീനിവാസന് ശേഷം ഇതാ ബദർഖാൻ സുരിയും. കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയിലെ കൊളംബിയ സർവകലാശാലയിലെ വിദ്യാർത്ഥി, ഇന്ത്യക്കാരിയായ വിദ്യാർത്ഥിയായ രഞ്ജിനി ശ്രീനിവാസനെ അമേരിക്ക നാട് കടത്തിയത്, അല്ലെങ്കിൽ നാട് കടത്തുന്നതിന് തൊട്ടു മുന്നോടിയായിട്ട് അവർ സ്വയം ഡീപ്പോർട്ട് ചെയ്തത്. അതിനുള്ളൊരു അവസ്ഥ അല്ലെങ്കിൽ അതിനുള്ളൊരു വ്യവസ്ഥ അവർ ഉപയോഗിക്കുകയായിരുന്നു. ഇപ്പോഴിതാ വീണ്ടും മറ്റൊരു ഇന്ത്യൻ വിദ്യാർത്ഥിയെ അമേരിക്കയിലെ ഭരണകൂടം അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അമേരിക്കയിലെ ജോർജ് ടൗൺ സർവകലാശാലയിലെ വിദ്യാർത്ഥിയാണ് ഇയാൾ. പോസ്റ്റ് ഡോക്ടറൽ വിദ്യാർത്ഥിയാണ് ഇദ്ദേഹം. ഡൽഹിയിലെ ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് PhD നേടിയത്. പിന്നീട് പോസ്റ്റ് ഡോക്ടറൽ തീസിസിനായിട്ട് അദ്ദേഹം അമേരിക്കയിലേക്ക് പോവുകയായിരുന്നു. അവിടെ അമേരിക്കയിലെ വെർജീനിയയിൽ വെച്ച് അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്തിനടുത്ത് വെച്ച് പോലീസ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലേക്കായിരുന്നു എന്നാണ് വാർത്തകൾ വന്നിരിക്കുന്നത്. ഇയാൾക്കെതിരെ ഉന്നയിച്ച ആരോപണം സമാനമായ ആരോപണമാണ്. രഞ്ജിനി ശ്രീനിവാസന് ഉന്നയിച്ച അതേ ആരോപണത്തിന് സമാനമായ ആരോപണമാണ്. രഞ്ജിനി ശ്രീനിവാസൻ അമേരിക്കയിൽ തന്നെ നിരോധിക്കപ്പെട്ട സംഘടനയായ അമേരിക്ക തീവ്രവാദ സംഘടനയെന്ന് എന്ന് പ്രഖ്യാപിച്ച ഹമാസിന് വേണ്ടി പ്രകടനം നടത്തുകയാണ് രഞ്ജിനി ശ്രീനിവാസനും കൂട്ടരും ചെയ്തത് കൊളംബിയ സർവകലാശാല ക്യാമ്പസിൽ. അതോടൊപ്പം തന്നെ അവർ ജൂത വിദ്യാർത്ഥികളെ ആക്രമിക്കുകയും ജൂതവിരുദ്ധ പ്രചരണം നടത്തുകയും ചെയ്തിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അമേരിക്കയിലെ ഭരണകൂടം ഇവരെ നാട് കടത്താൻ തീരുമാനിച്ചത്. അപ്പൊ നാട് കടത്തുമെന്നായ സമയത്ത് അവർ സ്വയം ഡിപ്പോർട്ട് ചെയ്ത് പോവുകയായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റു പലരെയും ആ സമയത്ത് അറസ്റ്റ് ചെയ്തിരുന്നു. അതിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ആളാണ് ബദർഖാൻ സൂരി. ബദർഖാൻ സൂരിയും ജോർജ് ടൗൺ സർവകലാശാലയിൽ ഹമാസിന് അനുകൂലമായിട്ട് പ്രകടനം നടത്തിയിരുന്നു. ഇദ്ദേഹത്തിന്റെ ഭാര്യ US പൗരയാണെങ്കിലും പലസ്തീൻകാരെയാണ്. ഭാര്യയുടെ പിതാവ് ഹമാസിന്റെ ഉപദേശകനാണ്. ഇദ്ദേഹത്തിന് ഹമാസിലെ വലിയ തീവ്രവാദികളുമായിട്ട് അടുത്ത ബന്ധമുണ്ടെന്നാണ് അവിടുത്തെ ലോക്കൽ പോലീസ് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് മാഫിസ സൗലെ എന്നാണ്. ഈ മാഫിസ സൗലെ അൽ ജസീറ ചാനലിലും ഇടക്കാലത്ത് പ്രവർത്തിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. ജാമിയ മില്ലിയ സർവകലാശാലയിൽ പീസ് ആൻഡ് കോൺഫ്ലിക്ട് സ്റ്റഡീസിലാണ് ഇയാൾ PhD നേടിയത് എന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം. ഇതോടൊപ്പം തന്നെ നേരത്തെ കൊളംബിയ സർവകലാശാലയിലെ മുഹമ്മദ് ഖാളിയെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അദ്ദേഹവും കൊളംബിയ സർവകലാശാല വിദ്യാർത്ഥിയായിരുന്നു. ഹമാസിന് അനുകൂലമായിട്ട് പ്രകടനം നടത്തിയതിന്റെ പേരിലാണ് ഖാളിയെയും അറസ്റ്റ് ചെയ്തത്. അപ്പൊ ഇവിടെ സമാനമായിട്ട് കാണുന്നത്, ഇന്ത്യയിൽ നിന്ന് വിദ്യാർത്ഥികൾ എന്ന നിലയിൽ അമേരിക്കയിൽ പോയിട്ട് അവിടുത്തെ രാജ്യത്തിന്റെ എതിരായ അല്ലെങ്കിൽ രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായ രീതിയിൽ പ്രവർത്തിക്കുക. അപ്പൊ അവർ സത്യത്തിൽ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം തന്നെയാണ് അവർ നടത്തുന്നത്. കാരണം ഇന്ത്യയിൽ നിന്ന് വിദ്യാർത്ഥികളായിട്ടാണ് അവർ പോകുന്നത്. അതിന്റെ പേരിലാണ് അവർക്ക് വിസയൊക്കെ കൊടുക്കുന്നത്. പക്ഷെ അങ്ങനെയുള്ള ഒരു രാജ്യത്തേക്ക് പോകുന്ന സമയത്ത് ആ രാജ്യത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചുള്ള ഇന്ത്യയുടെ ഒരു നിലപാട് തന്നെ എല്ലാ സംവിധാനങ്ങളെയും അല്ലെങ്കിൽ എല്ലാ വിശ്വാസികളെയും ഒരുപോലെ കാണുക, അല്ലെങ്കിൽ ഓരോ വിശ്വാസത്തെയും അവഹേളിക്കാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു പതിവാണ്. പക്ഷെ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആന്റി സെമിറ്റിസം പ്രചരിപ്പിക്കുക, ജൂതന്മാർക്കെതിരായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുക, ജൂതന്മാരെ ആക്രമിക്കുക എന്നൊക്കെയാണ് ചെയ്യുന്നത്. ഇത് മറ്റൊരു രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരു തീവ്രവാദ സംഘടനയ്ക്ക് വേണ്ടിയാണ് അവർ ചെയ്യുന്നത്, ഹമാസിന് വേണ്ടിയാണ് അവർ ചെയ്യുന്നത്. ഒരുപക്ഷെ ഒരു പലസ്തീൻ അനുകൂലമായിട്ടാണ് സംസാരിച്ചതെങ്കിൽ ആ ഒരു പലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റിനകത്ത് ഒരു പലസ്തീന് അനുകൂലമായി സംസാരിച്ചു എന്നുള്ളൊരു തെറ്റല്ല. പക്ഷെ ഇവർ ചെയ്യുന്നത് ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദി സംഘടന, ഏത് സംഘടനയാണോ അമേരിക്ക തീവ്രവാദി സംഘടനയായിട്ട് പ്രഖ്യാപിച്ചത്, ആ അമേരിക്കയിൽ പോയി അമേരിക്കയിൽ താമസിച്ചുകൊണ്ട് അമേരിക്കയിലെ വിദ്യാർത്ഥിയായി നിന്നുകൊണ്ട് അമേരിക്കയിലെ ക്യാമ്പസിൽ പോയിട്ട് ഹമാസിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് അവർ ചെയ്തത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടുത്തെ രാജ്യത്തെ നിയമങ്ങൾക്ക് എതിരായിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. അപ്പൊ സത്യത്തിൽ നമ്മുടെ സർക്കാർ ചെയ്യേണ്ടത്, ഇവിടെ നിന്ന് വിദ്യാർത്ഥികൾ എന്ന നിലയിൽ പോകുന്നത്, ഇവരൊക്കെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താനാണ് പലരും പോകുന്നത്. അങ്ങനെയുള്ള ആളുകളെ നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ ഇന്ത്യയുടെ ഇന്റലിജൻസ് ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ തന്നെ ഇങ്ങനെയുള്ള ആളുകളെ കണ്ടുപിടിക്കാനും അതേപോലെ തന്നെ അവിടുന്ന് തിരിച്ചു വന്ന ആളുകൾക്കെതിരായിട്ട് അതിശക്തമായ നടപടി എടുക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ അതിന് പകരം പലപ്പോഴും ഇവർക്ക് ഒരു രക്തസാക്ഷി പരിവേഷം നൽകാനും ഇവരെ അനുകൂലിക്കാനാണ് പലരും ഇന്ത്യയിലെ മാധ്യമങ്ങളും സന്നദ്ധ സംഘടനകളൊക്കെ തന്നെ ചെയ്യുന്നത്. അപ്പൊ ഇവരെയൊക്കെ തന്നെ കയറൂരി വിട്ടിരിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. അതിന് പകരം ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ തന്നെ വളരെ കർശനമായ രീതിയിൽ നിയന്ത്രിക്കുകയും, ഇപ്പം ഇവരുടെ PhD തീസിസ് എന്താണ്, അതിന്റെ ഔട്ട്പുട്ട് എന്താണ്, അത് എന്താണ് സമൂഹത്തിന് ഗുണമുണ്ടാക്കുന്നത്, അങ്ങനെ പരിശോധിക്കുകയും വേണം സത്യത്തിൽ. കാരണം പലരും വിദ്യാർത്ഥികൾ എന്ന നിലയിൽ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്താനും അല്ലെങ്കിൽ തീവ്രവാദ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് നടത്തുന്നത്. അപ്പൊ അവരുടെയൊക്കെ പ്രവർത്തനങ്ങളുടെ ഔട്ട്പുട്ട് പരിശോധിക്കും. കാരണം കോടിക്കണക്കിന് രൂപയാണ് ഓരോ രാജ്യവും അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു
സമയത്ത് വിദ്യാർത്ഥികൾ എന്ന ഒരു ലേബൽ ഉപയോഗിച്ചുകൊണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്താനാണ് പലരും ശ്രമിക്കുന്നത്. ആ ആളുകളുടെ ഇടയിൽ ഇപ്പൊ പലപ്പോഴും ഡൽഹിയിൽ തന്നെ കഴിഞ്ഞ 2020 വലിയ കലാപം നടന്നിരുന്നു. ആ കലാപത്തിന് പുറകിലൊക്കെ പലരും സർവകലാശാല കേന്ദ്രങ്ങളിലാണ് ഉണ്ടായിരുന്നത്. പല വിദ്യാർത്ഥി നേതാക്കളും അല്ലെങ്കിൽ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ തന്നെ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുകയും അല്ലെങ്കിൽ വർഗീയ ലഹള ഉണ്ടാക്കുകയും ചെയ്തു. അവരെ പല രാഷ്ട്രീയക്കാർക്ക് ഉമർ ഖാലിദിനെ പോലത്തെ ആളുകളെയൊക്കെ കോടതി ജാമ്യം നിഷേധിച്ചിട്ടും അവർക്ക് അനുകൂലമായിട്ട് കോൺഗ്രസിലെ നേതാക്കന്മാരൊക്കെ പരസ്യമായിട്ട് രംഗത്ത് വന്നിരുന്ന ഒരു വസ്തുതയും ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വക കാര്യങ്ങളിൽ സർക്കാർ വളരെ ഗൗരവമായ പരിശോധന നടത്തുകയും രാജ്യത്തിന് അപമാനം ഉണ്ടാക്കുന്ന രീതിയിൽ, കാരണം ഇന്ത്യയിൽ നിന്നൊരു വിദ്യാർത്ഥി ഇന്ത്യൻ സർക്കാരിന്റെ പ്രതിനിധിയായിട്ടാണ് പോകുന്നത്, അല്ലെ ഇന്ത്യൻ സർക്കാർ അമേരിക്കയുടെ വിസ വാങ്ങി ഇന്ത്യൻ സർക്കാരാണ് അയാളെ അയക്കുന്നത്. അങ്ങനെ ഒരു വിദ്യാർത്ഥി അവിടെ പോയിട്ട് അവിടുത്തെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുക എന്നുള്ളത് നമ്മുടെ കൂടി താല്പര്യത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെ സ്ക്രീൻ ചെയ്ത ശേഷമേ വിദേശങ്ങളിലേക്ക് കടന്നു പോകാൻ അനുവദിക്കാവൂ എന്നാണ് അങ്ങനെ ഒരു അഭിപ്രായ രൂപീകരണം എടുക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇങ്ങനെ നടപടിയെടുത്ത് വരുന്ന ആളുകൾക്കെതിരായിട്ട് കർശനമായ നടപടി എടുക്കാൻ അധികാരികൾ തയ്യാറാവണം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഇങ്ങനെ വരുന്ന ആളുകൾക്ക് രക്തസാക്ഷി പരിവേഷം കൊടുക്കാൻ നമ്മുടെ മാധ്യമങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളോ സന്നദ്ധ സംഘടനകളോ തയ്യാറാവാതിരിക്കുകയും ചെയ്യണം.